ഇപ്പോൾ ക്യാബിൻ ക്രൂ അല്ലാതെ ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ എയർപോർട്ടിലുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ ഈ ഗ്രൗണ്ട് സ്റ്റാഫ് ജോലിയെ പറ്റി അധികം ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഗ്രൗണ്ട് സ്റ്റാഫിൽ എയർലൈൻ്റെ ഡയറക്റ്റ് എംപ്ലോയീസും ഉണ്ട്, കുറച്ച് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസിൻ്റെ എംപ്ലോയീസും ഉണ്ട്. എത്തിഹാദ്, എമിറേറ്റ്സ്, എയർ ഏഷ്യ ഇതുപോലുള്ള ഇൻ്റർനാഷണൽ എയർലൈൻസ്, ഗൾഫ് എയർ, ഒമാൻ എയർ ഇതൊക്കെ കൊച്ചിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ് ആണ്. അതായത് ഇവരുടെ ഡയറക്റ്റ് സ്റ്റാഫ് ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സ്റ്റാഫുകളും ചെക്ക് ഇൻ കൗണ്ടറിലാണെങ്കിലും ബോർഡിംഗ് ഗേറ്റിലാണെങ്കിലും ബാഗേജ് ഹാൻഡ്ലിംഗ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ സ്റ്റാഫിനെ നമ്മൾ കാണുന്നത് GHAയുടെ സ്റ്റാഫായിരിക്കും. അതായത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസിൻ്റെ സ്റ്റാഫായിരിക്കും. BFS, എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ്, സിലിബിനാസ് ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചി എയർപോർട്ടിലുള്ളത്. അതുകൂടാതെ എയർ ഇന്ത്യ സാറ്റ്സ്, GGI അങ്ങനെ പറയുന്ന ഒരുപാട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ് നമ്മുടെ ഒരുപാട് മെട്രോ സ്റ്റേഷൻസിലുണ്ട്. അതിലൊക്കെ മലയാളീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതലും ജോയിൻ ചെയ്യുന്നത് ഫ്രഷേഴ്സാണ്. ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെയൊക്കെ ഡയറക്റ്റ് ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള GHAസിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്.